ചലനയാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ക്ലയൻസ് അഭിമുഖീകരിക്കുന്ന കുറച്ച് ഇഷ്യൂസും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഒരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്നാണല്ലോ വെപ്പ്. കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോഴും നമ്മൾ നമുക്കായി സമയം കണ്ടെത്തുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു ഡെയിലി റുട്ടീൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം കൃത്യമായി പ്ലാൻ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. അതിൽ ഫാമിലിയോടൊപ്പം എത്ര സമയം എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതും ജോലി സ്ഥലത്തെ സമയം എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതും നേരത്തെ നിശ്ചയിച്ചുറപ്പിക്കണം. അവരവരുടെ ശാരീരിക, വൈകാരിക, ആത്മീയ വികസനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അവരവരുടെ തന്നെ കടമയാണ്. അതിനായി രാവിലെ 1 മണിക്കൂർ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. ഈ മാറ്റിവെക്കുന്ന സമയത്തിൽ അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, എക്സസൈസ്, സെൽഫ് ഗ്രോത്തിനുള്ള വായന തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണം. രാവിലത്തെ ഈ 1 മണിക്കൂർ നമുക്ക് വേണ്ടി ചെലവഴിച്ചാൽ പിന്നെ കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ, പാചകം ഉൾപ്പെടെയുള്ളത് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടു ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പാചകത്തിന് കുട്ടികളെ കൊണ്ടാവുന്ന പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പച്ചക്കറികൾ കട്ട് ചെയ്യിപ്പിക്കാനോ മറ്റു കാര്യങ്ങളോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. ഒരു കുടുംബമാവുമ്പോൾ എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ മാത്രം അവരെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാം. അതുപോലെ വീട് വൃത്തിയാക്കുമ്പോഴും കുട്ടികളുടെയും മറ്റുള്ളവരുടെയും സഹായം തേടാം. കുട്ടികളെ കൊണ്ട് അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, സ്വന്തം തുണി മടക്കി വെക്കുന്നത് ഉൾപ്പെടെയുള്ളത് ചെയ്യിക്കണം. എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്തമാണെന്നും അത് ഞാൻ തന്നെയാണ് ജീവിച്ച് തീർക്കേണ്ടത് എന്നും ഉള്ള ചിന്ത വളർത്താൻ ഇത് സഹായിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളിൽ നിന്ന് മാറി താമസിക്കേണ്ടവരാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്വയം പര്യാപ്തതയിലേക്കുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടതാകുന്നു. കുടുംബത്തിലെ ഒരംഗത്തിന് TV കാണാൻ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരോടും ആ ആളോടൊപ്പം ചേരുക. ഇതൊരു ഫാമിലി ടൈമായി അപ്പോൾ മാറും. അതുപോലെ തന്നെ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഇഷ്ടപ്പെടുന്ന വേറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മളെല്ലാവരും ചേരുക. ഒരാളും ഒന്നിൽ നിന്നും മാറി നിൽക്കാതിരുന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഫാമിലി ടൈമായി മാറും. ഒരുമിച്ചുള്ള വായന, ഒരുമിച്ചുള്ള എക്സസൈസ് ഒക്കെ നല്ലതാണ്. ഒരു നേരമെങ്കിലും ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. തീൻമേശയിലേക്ക് അനാവശ്യമായ സംഭാഷണങ്ങളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ കൊണ്ടുവരാതിരിക്കുക. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന വളരെ നല്ലതാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം മുതിർന്നവർ പ്രായം കുറഞ്ഞവരെ ബ്ലെസ് ചെയ്യുക. ഇത് അവർക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കൊടുക്കും. എല്ലാവർക്കും 6 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഉറക്ക സമയം കൂടി ക്ലിപ്തപ്പെടുത്തുക. കുറച്ചു നേരമെങ്കിലും ഫോണും കമ്പ്യൂട്ടറും ഒക്കെ മാറ്റി വെച്ചിട്ട് കുടുംബം ഒത്തൊരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അതായത് നമ്മൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം ഒരു ക്വാളിറ്റി ടൈം ആയിരിക്കണം. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുമുള്ള 5 കാര്യങ്ങൾ വീതം നാളെ ചെയ്യേണ്ടത് തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ സമയം അൺപ്രൊഡക്റ്റീവായി മാറുന്നതിൽ നിന്ന് സഹായിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അവനവന് വേണ്ടി കൂടി ജീവിക്കുക. എല്ലാവർക്കും നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.